സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി തുടരുമ്പോൾ വയനാട് നടവയിലെ സഹദേവന് അതൊരു പ്രശ്നമേയല്ല. 28 വർഷമായ ഭക്ഷ്യശാല വിഭവങ്ങളെല്ലാം പാകം ചെയ്യുന്ന വിറക് ഉപയോഗിച്ചാണ്. കാളിദാസൻ ദേവദത്തം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ വലിയൊരു തലവേദന സൃഷ്ടിക്കുമ്പോൾ ഇങ്ങ് വയനാട് പനമരത്തിനടുത്തുള്ള നടവയൽ ടൗണിലെ ഭക്ഷണശാലയിൽ സ്ഥിതി അല്പം വ്യത്യസ്തമാണ്. ഇവിടെ ഗ്യാസ് ഉണ്ടെങ്കിലും കൂടുതലും ആശ്രയിക്കുന്നത് വിറകടുപ്പിനെയാണ്. വിറകിലാണ് എത്രയോ വർഷങ്ങളായി ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത്. പ്രധാനപ്പെട്ട വിഭവങ്ങളൊക്കെ ഈ വിറകടുപ്പ് അല്ലെങ്കിൽ വിറക് ഉപയോഗിച്ചാണ് കൂടുതൽ പാകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇപ്പോഴുള്ള ഈ കേട്ടുവരുന്ന ഈ ഒരു പ്രതിസന്ധി ഈ കടയെ അല്ലെങ്കിൽ ഈ ഭക്ഷണശാലയെ ബാധിക്കുന്നില്ല എന്നുള്ളതും കൂടിയാണ്. നമ്മുടെ ഒപ്പം ഈ ഹോട്ടൽ ഉടമ സഹദേവേട്ടൻ ഉണ്ട്. സഹദേവേട്ട, എന്താണ് ഇപ്പം കാലങ്ങളായി വർഷങ്ങളായി ഇവിടെ വിറകടുപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് കേട്ടു. എത്ര വർഷമായി? 28 വർഷമായി. 28 വർഷമായി. അപ്പം 28 വർഷത്തിൽ 28 വർഷം ഒരിക്കൽ പോലും ഈ ഗ്യാസ് ഉണ്ട്. ഇവിടെ ഗ്യാസ് കണ്ടിരുന്നു. പക്ഷെ ആ ഗ്യാസ് എന്തിനാ? ചായക്ക് മാത്രം. ഒന്നുമില്ല. ഇപ്പം എത്ര കൊല്ലമായെന്ന് പറഞ്ഞു? 28 വർഷം. 28 വർഷമായി. 5 രൂപയ്ക്ക് കഞ്ഞി വെക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ കഞ്ഞിക്ക് എത്രയായി? ഇപ്പൊ കഞ്ഞിക്ക് 40. ഇപ്പോഴും വിറകടുപ്പ് തന്നെയാണ്. അതെ. അപ്പം ഇനി ഇപ്പൊ പറയുന്ന പോലെ ഈ പാചകവാതകം കിട്ടാത്ത ആ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, ഇനി കിട്ടാതായാൽ നമുക്ക് വിഷയമില്ല. അതായത് ഇപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ? എന്തൊക്കെയാണ്? രാവിലെ ചായ, പൂരി, അതിന് കിഴങ്ങരി ഉണ്ടാക്കും, മീൻകറി ഉണ്ടാവും, ബീഫ്. ഇന്നലത്തെ ബീഫ് രാവിലത്തേക്ക് നല്ല റെഡിയാക്കി വെക്കും. അത് എല്ലാരും പൂരിയും കഴിക്കുന്നവരുണ്ട്. എല്ലാം വിറകടുപ്പില്ല. അപ്പം ഇനിയിപ്പം ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞാലും നമുക്കൊരു വിഷയമില്ല. അപ്പം അതാണ് ഈ ഭക്ഷണശാലയിലെ വിശേഷമാണ്. കാരണം ഇവിടെ LPG ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെയല്ല, ചായക്ക് മാത്രമായിട്ടാണ്. അഥവാ ചായക്ക് ഇപ്പോൾ ആ പാചകവാതകം കിട്ടിയില്ലെങ്കിൽ, അങ്ങനെ പാചകവാതകം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കാൻ എന്ത് ചെയ്യും? ഞാൻ കറണ്ടിന്റെ ഒരടുപ്പ് മേടിക്കും. അപ്പോഴും ഇത് കിട്ടാത്തതിന്റെ പ്രശ്നമില്ല. ഇല്ല, ഒരു 10 ലിറ്റർ വെള്ളം ചൂടാക്കിയാൽ മതി രാവിലെ. കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഓഫാക്കി. അതെ. അപ്പം ആ സമയത്ത് പാചകവാതകം ഇനി കിട്ടിയില്ലെങ്കിലും വരും ദിവസങ്ങളിൽ കിട്ടാതായാലും വലിയ പ്രശ്നമില്ല. അതിന് കറണ്ടിൽ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യും, ഇൻഡക്ഷൻ അടുപ്പ് യൂസ് ഉപയോഗിക്കുമെന്നും കൂടിയാണ് സഹദേവേട്ടൻ പറയുന്നത്. ഭക്ഷണശാലയിൽ പാചകവാതക പ്രതിസന്ധി ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് ഹോട്ടൽ ഉടമ സഹദേവേട്ടൻ. പ്രകാശ് വെള്ളത്തിനും ക്യാമറമാൻ മനു ദാമോദരനുമൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.